ബംഗളൂരുവിലും കനത്ത മഴ തുടരുകയാണ്. മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ ബംഗളൂരു നഗരം മുങ്ങി. ഞായറാഴ്ച വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ 12 മണിക്കൂറിനുള്ളിൽ 130 മില്ലിമീറ്റർ മഴയാണ് നഗരത്തിൽ ലഭിച്ചത്. 500 വീടുകൾ വെള്ളത്തിനടിയിലായി. 20-ലധികം തടാകങ്ങൾ കരകവിഞ്ഞൊഴുകിയതിനു പിന്നാലെ ഡസൻ കണക്കിന് തെരുവുകൾ വെള്ളത്തിൽ മുങ്ങി. ഇതോടെ അണ്ടർപാസുകളും ഫ്ളൈ ഓവറുകളും അടച്ചിട്ടു. മണിക്കൂറുകളോളം വാഹന ഗതാഗതം തടസ്സപ്പെടുകയും നഗരത്തിലെ പല പ്രദേശങ്ങളിലും പൊതുബസ് സർവീസുകൾ തടസ്സപ്പെടുകയും ചെയ്തു. സ്ഥലത്ത് 3 മരണം റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. വൈറ്റ്ഫീൽഡിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന ശശികല ഡിയാണ് മരിച്ച ഒരാൾ. 32 വയസ്സായിരുന്നു. ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ കോമ്പൗണ്ട് മതിൽ തകർന്നു വീണായിരുന്നു മരണം സംഭവിച്ചത്. തെക്കൻ ബംഗളൂരുവിലെ വീട്ടിലെ പോർട്ടിക്കോയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് 63 വയസ്സുകാരനും 12 വയസ്സുള്ള ആൺകുട്ടിയും വൈദ്യുതാഘാതമേറ്റു മരിച്ചത്. സ്ഥലത്ത് അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ ലഭിക്കുമെന്നാണ് IMDയുടെ പ്രവചനം. ദശാബ്ദത്തിനിടയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന മഴയെന്നാണ് ഗ്രേറ്റർ ബംഗളൂരു മുനിസിപ്പൽ കോർപ്പറേഷൻ ചീഫ് കമ്മീഷണർ മഹേശ്വർ റാവു നിലവിലെ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. കോറമംഗല, BTM ലേഔട്ട്, HSR ലേഔട്ട്, മാർത്തഹള്ളി എന്നിവയുൾപ്പെടെ തെക്കൻ ബംഗളൂരുവിലെ നിരവധി ടെക് ഇടനാഴികൾ വെള്ളപ്പൊക്കം കാരണം സ്തംഭിച്ചു. കനത്ത മഴയിൽ സായ് ലേഔട്ട്, ഹൊറമാവ്, ശ്രീസായ് ലേഔട്ട്, റെയിൻബോ ഡ്രൈവ് ലേഔട്ട് എന്നിവിടങ്ങളിലും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.